ഹായ് ഗൈസ്, നമ്മൾ ബാംഗ്ലൂർ വരുന്ന ടൈമിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്ലാറ്റ് വന്നിട്ട് ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു. സോമനഹള്ളി എന്ന് പറയുവേ. അതായത് ബെണ്ണാർഘട്ട നാഷണൽ പാർക്കിൻ്റെ സമീപത്തായിട്ട് വരുന്ന പ്രദേശമായിരുന്നു ഇത്. നമ്മൾ മുൻപും സോമനഹള്ളിയിലെ വിശേഷങ്ങളെല്ലാം വീഡിയോസിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ശിവരാത്രി ദിവസം നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ശിവരാത്രി എന്ന് പറയുന്നത് ഞാൻ മങ്കമ്പിലായിരുന്ന സമയത്ത് ക്ഷേത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം അങ്ങ് പോകുമായിരുന്നു. പിന്നീട് ഹരിപ്പാട്ടേക്ക് വന്നപ്പോൾ അതിൽ ചെറിയ മാറ്റം, കാളകെട്ടും കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രാർച്ചനയൊക്കെ നടത്തി. അത് വേറൊരു ശൈലി. പിന്നീട് ബാംഗ്ലൂർ വന്നപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലെയും പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. എല്ലാ വീടുകളിലും കന്നുകാലികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സംഭവം എന്താണെന്നറിയാൻ വേണ്ടി താഴേക്ക് ചെന്നു. അപ്പോൾ എല്ലാ വീടുകളിലും കാളകളെ കുളിപ്പിച്ച് ഒരുക്കി മാലയിട്ട് നിർത്തിയിരിക്കുന്നു. ആദ്യം നമുക്കിത് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് നമ്മൾ ചോദിച്ചപ്പോഴാണ് ഇന്ന് ഈ കാളകളെ ഒരുക്കി കുളിപ്പിച്ച് നിർത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവരുടെ ദേവസ്ഥാനം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ ക്ഷേത്രത്തിൽ ചെന്ന് തിരിച്ച് വന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകും. ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരുന്ന എല്ലാ കാളകളെയും എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴും അവർ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയും ഭക്ഷിക്കാൻ പലവർഗ്ഗങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. നമുക്കിത് പുതിയൊരു അനുഭവമായിരുന്നു. നാട്ടിലൊക്കെ വൈക്കോൽ കൊണ്ട് കാളകളെ ഉണ്ടാക്കി അണിയിച്ചൊരുക്കിയാണ് ക്ഷേത്രത്തിൽ നന്ദികേശന്മാരായി കൊണ്ടുപോകാറുള്ളത്. ഇവിടെ റിയലായിട്ട് കണ്ടപ്പോൾ വളരെ നല്ലൊരു അത്ഭുതമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ ഏരിയയിൽ നിന്ന് പോയ ആദ്യത്തെ കാളക്കുട്ടന്മാർ. ഇവരെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവിടെ കുളിപ്പിച്ച് കെട്ടുന്നതൊക്കെ കാണാറുണ്ട്. ഇവരുടെ ഈ കൊമ്പ് കാണാൻ നല്ല രസമുണ്ട്. അല്ലാതെ തന്നെ ഇവർ ഒരുക്കിയിട്ടല്ലാതെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഹമ്പിൾ ബുൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ ഇരിക്കും. അവർ നല്ല രസം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ ഒരുക്കിക്കൊണ്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ തലയിൽ പൂവൊക്കെ വെച്ച് കഴുത്തിൽ മാലയിട്ട് കാലയിൽ ഈ പാദസരം കണക്കൊക്കെ പൂവൊക്കെ ഇട്ട് ചുറ്റി നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത കാളകളായിരുന്നു ഈ രണ്ട് കറുത്ത കാളകളായിരുന്നു അവർ. ഇത് ഞങ്ങൾ ചോദിക്കുകയാണ്, അവിടുത്തെ ആ ഒരു ആൻറ്റിയോട് ചോദിച്ച സംഭവം എന്താണെന്ന് മനസ്സിലാക്കുമായിരുന്നു. ഇവിടെ അതുങ്ങളുടെ കൊമ്പിൽ കെട്ടിയിരിക്കുന്നതുണ്ടോ, രണ്ട് വശത്തും ഈ കുട്ടികളുടെ മുടി കെട്ടി വെക്കുന്ന കണക്ക്. ഇത് കണ്ടോ, ഈ ഒരു ഏരിയ മൊത്തം അവർ കഴുകി റോഡ് വരെ കഴുകിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കോലം വരയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കോലം വരയ്ക്കുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പണ്ട് പാലക്കാട് പോയ ടൈമിൽ അവിടുത്തെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിലത്തെ ചേച്ചിമാരിങ്ങനെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് കോലം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണാമ്പിടെ അങ്ങനെ വരയ്ക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ഒത്തിരി നേരം നോക്കി നിന്നു കേട്ടോ. നല്ല രസം, അവരുടെ കൈ അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമായിട്ട് ആ ചേച്ചി കോലം വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പിലെ ചേച്ചിയാണിത്. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചിട്ട് ആ വീഡിയോ ചേച്ചി എടുത്തോട്ടെ എന്ന്. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ ഈ ചേച്ചിമാരായിരുന്നു. നമ്മുടെ കടയിലെ ഷോപ്പിലെ ചേച്ചിയാണ്. ഇവരുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്ത് രസമല്ലേ ഈ കോലം വരയ്ക്കുന്ന കാണാൻ. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന അഗ്രഹാരങ്ങളില്ലേ, ആ ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കാളകളെ കൊണ്ടുപോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. റിച്ചുകുട്ടിന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിങ്ങനെ കാണുന്നത് കണ്ടോ, ഇത് കൂടുതൽ ഒരുക്കിയ കാളകളാണ് കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. ഇനി ഈവനിങ്ങിൽ ഇതെല്ലാ കാളകളും ഒരുമിച്ച് ഘോഷയാത്ര തിരിച്ചു വരും. അത് അടുത്ത വീഡിയോയിൽ ഇടാവേ.